ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു രാജകുമാരിയെ വിവാഹം കഴിക്കാനായി 2 യുവ യോദ്ധാക്കൾ മല്ലയുദ്ധത്തിനൊരുങ്ങി. അവർ ഒരേ ദൈവത്തിൻ്റെ അനുയായികളായിരുന്നു. പ്രാർത്ഥിച്ച് യുദ്ധത്തിനൊരുങ്ങി. യുദ്ധം തീർന്നു. ഒരാൾ ജയിച്ചു. എന്നാൽ വിജയം ആഘോഷിക്കുന്നതിനിടയിൽ ആനയിടഞ്ഞു. വിജയിയായ യോദ്ധാവ് ആനയുടെ ചവിട്ടേറ്റ് മരണപ്പെട്ടു. പരാജിതനായ യോദ്ധാവ് രാജകുമാരി വിവാഹം കഴിച്ചു. വിവാഹശേഷം ആ യുവാവ് ദൈവത്തോട് ചോദിച്ചു, ഞങ്ങൾ 2 പേരും നിന്റെ ഭക്തർ തന്നെയല്ലേ? ഞങ്ങൾ പ്രാർത്ഥിച്ചതും ഒരേ കാര്യമായിരുന്നു. പിന്നെന്തുകൊണ്ടാണ് വിധി ഇങ്ങനെ മാറ്റം വന്നത്? ദൈവം മറുപടി പറഞ്ഞു, നിന്റെ എതിരാളി യുദ്ധത്തിൽ ജയിക്കണമെന്ന് പ്രാർത്ഥിച്ചു. നീ രാജകുമാരിയെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. ഓരോ പ്രാർത്ഥനയ്ക്കും അതിൻ്റേതായ മറുപടി ഉണ്ടാകും. സ്വപ്നങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എവിടെയാണ്? മനസ്സിൽ കണ്ട ലക്ഷ്യത്തെ അർത്ഥമറിഞ്ഞു മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ. ഓരോ സ്വപ്നത്തോടും 3 ചോദ്യങ്ങൾ ചോദിക്കണം. എന്താണ് സ്വപ്നം? എന്തുകൊണ്ട് ആ സ്വപ്നം? ആ സ്വപ്ന സാക്ഷാത്കാരത്തിലൂടെ എന്ത് ചെയ്യും? തോരണങ്ങളും ആരവങ്ങളും കാണുമ്പോൾ പലർക്കും തങ്ങൾ ലക്ഷ്യത്തിലെത്തി എന്ന് തോന്നും. യാത്ര ഒരുപക്ഷെ പാതി വഴിയിലായിരിക്കും. അർത്ഥ സ്വപ്നങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നവരാണ് സ്വപ്നങ്ങളില്ലാത്തവരെക്കാൾ ഹതഭാഗ്യർ. വിശക്കുന്നു എന്ന് പറയുന്നവന് വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും ലഭിക്കും. വിശപ്പ് മാറ്റാൻ അപ്പം ചോദിക്കുന്നവന് അത് തന്നെ ലഭിക്കും. വിജയത്തിൻ്റെ നിർവചനങ്ങളെല്ലാം ആപേക്ഷികമാണ്. ജയിച്ചു എന്ന് കരുതുന്നവരൊക്കെ യഥാർത്ഥത്തിൽ തോറ്റവരാകാം. തോറ്റു എന്ന് വിധിക്കപ്പെട്ടവരാകും വിജയശ്രീലാളിതർ. എവിടെയെങ്കിലും എത്തിച്ചേരുന്നതല്ല, എത്തിച്ചേർന്ന സ്ഥലത്ത് നിന്നുള്ള പ്രകടനമാണ് വിജയം. ആഗ്രഹിച്ച പദവിയോ ജോലിയോ സ്വന്തമാക്കുന്നതിലല്ല, സ്വന്തമാക്കിയ പദവിയിലെ കൃത്യനിർവഹണമാണ് യഥാർത്ഥ സ്വപ്നം.